അമേരിക്കയിലെ സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ മലയാളി സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്നതല്ലെന്ന് ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനശ്രദ്ധ തിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രീതി കടമെടുക്കുകയാണ് അമേരിക്ക. വരുന്ന തെരഞ്ഞെടുപ്പിൽ സെനറ്റും കോൺഗ്രസും ഡെമോക്രാറ്റുകൾ പിടിച്ചെടുക്കുവാനാണ് സാധ്യതയെന്നും സജിമോൻ ആന്റണി കൈരളി ന്യൂസിനോട് പറഞ്ഞു. വിദേശ മലയാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന മികച്ച പ്ലാറ്റ്ഫോമാണ് ലോക കേരള സഭയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെനസ്വേല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അമേരിക്കയുടെ ഇടപെടലുകളെ ലോകം ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇക്കാര്യങ്ങൾ അമേരിക്കയിലെ മലയാളി സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്നതല്ലെന്ന് അമേരിക്കയിലെ മലയാളി സംഘടനകളുടെ അപെക്സ് ബോഡിയായ ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി പറഞ്ഞു. സെനറ്റിലേക്കുള്ള മത്സരത്തിലും കോൺഗ്രസിലേക്കുള്ള മത്സരത്തിലും ഗവർണർഷിപ്പിലും ഒക്കെ, അല്ലെങ്കിൽ മേയർ മംതാനി ഫോർ എക്സാമ്പിൾ ന്യൂയോർക്കിലെ മേയർഷിപ്പ്, അങ്ങനെയുള്ള ഒക്കെ ഡെമോക്രാറ്റിക് ലീനിങ് അല്ല ഡെമോക്രാറ്റുകൾ ഒരു തമ്പിങ് മജോറിറ്റി ആയിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ അത് അടുത്ത റിഫ്ലക്ഷൻ, അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നത് ഈ നവംബറിലാണ്. ആ നവംബറിൽ ഇതിനൊരു വലിയൊരു മേജർ ഷിഫ്റ്റാണ് അമേരിക്കൻ ജനത എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മീൻസ് സെനറ്റും കോൺഗ്രസും ഡെമോക്രാറ്റുകൾ റീഗെയിൻ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രഡിക്ഷൻ നടക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ സെനറ്റും കോൺഗ്രസും ഡെമോക്രാറ്റുകൾ പിടിച്ചെടുക്കാനാണ് സാധ്യത. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനശ്രദ്ധ തിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രീതി കടമെടുക്കുകയാണ് അമേരിക്കയെന്നും സജിമോൻ ആന്റണി പ്രതികരിച്ചു. ഈ ഇന്ത്യൻ പൊളിറ്റീഷ്യനിൽ നിന്ന് അല്ല അമേരിക്കൻ പൊളിറ്റീഷ്യൻസ് എന്തൊക്കെയോ കടമെടുത്തിട്ടുണ്ട്, അല്ലെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും നമ്മൾ ഇവിടെയൊക്കെ ഇലക്ഷൻ വരുമ്പോൾ പെട്ടെന്ന് ചില ഇഷ്യൂസ് അല്ലെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പൊങ്ങി വരും. അത് ചിലപ്പോൾ പറയും മീഡിയ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയും, റൈറ്റ്, ചിലപ്പോൾ നാച്ചുറലി വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇഷ്യൂസ് ഉണ്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട്. ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ഇന്ന് മലയാളികളുണ്ട്. ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു ആഗോള വേദിയാണ് ലോക കേരള സഭയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളം എന്ന് പറയുന്നത് അതിരുകളില്ലാതെ വളർന്നു. 70കളിലും 80കളിലും 90കളിലുമൊക്കെ പ്രവാസം എന്ന് പറയുന്നത് ഗൾഫ് റീജിയണിൽ ഒതുങ്ങി നിന്നെങ്കിൽ ഇന്നത് വളർന്ന് അമേരിക്കൻ ഐക്യനാടുകളിലും അതോടൊപ്പം യൂറോപ്യൻ മേഖലകളിലും എല്ലായിടത്തും ഉണ്ട്. ലോകത്തിൽ എവിടെ പോയി നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു മലയാളി അല്ലെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ എടാ എന്ന് വിളിച്ചാൽ ചേട്ടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആശയം വളരെ നല്ലതാണ്. ഇതിനകത്ത് പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഇല്ല, എല്ലാം ഒരു പക്ഷമേ ഉള്ളൂ. അങ്ങനെയാണ് ഒരു നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ് LKS എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 29, 30, 30 നടക്കുന്ന ഈ ഒരു സമയത്ത് പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വരുമെന്നും പ്രവാസികളുടെ പല വിഷയങ്ങൾക്കും പരിഹാരമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. അമേരിക്കയിലെ 105ഓളം വരുന്ന മലയാളി സംഘടനകളെ നിയന്ത്രിക്കുന്ന ബോഡിയാണ് ഫൊക്കാന. 2 കൺവെൻഷനുകളാണ് ഫൊക്കാനയ്ക്കുള്ളത്. ഇതിൽ കേരളത്തിലെ കൺവെൻഷൻ ഓഗസ്റ്റിൽ കുമരകത്ത് നടന്നു. അമേരിക്കയിലെ കൺവെൻഷൻ 2026 ഓഗസ്റ്റ് 6, 7, 8, 9 തീയതികളിൽ പെൻസിൽവാനിയയിലെ കലഹാരി റിസോർട്ടിൽ നടക്കുമെന്നും സജിമോൻ ആന്റണി അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.